മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ ആത്തിക്ക ബീവിയെ പള്ളിയിൽ പോകുന്നത് തടഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഓരോരോ ന്യായമായിട്ട് വരിക. ആരായി ആത്തിക്ക ബീവി അറിയങ്ങൾ? കാനത്ത് മിനൽ മുഹാജിറാത്ത്, ഹിജറ പോയ പെണ്ണ. ഹിജറ പോയ പെണ്ണ് പറഞ്ഞെന്താ? ഹിജറ പോയ പെണ്ണ് പറഞ്ഞെന്താ? ആ സ്ത്രീ ഹിജറ പോയ ആളാരാ? എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ കുടുംബത്തെയും തൻ്റെ സമ്പത്തിനെയും തൻ്റെ നാടിനെയും തൻ്റെ വീടിനെയും എല്ലാവരെയും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഹിജറ പോയ ആളാണ് ആര്? മഹദി ആത്തിക്ക ബീബി റളിയല്ലാഹു അൻഹ. കേട്ടോ, അവർ കാനത്ത് മിനൽ മുഹാജിറാത്തിലൽ മദീന, മക്കാവിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയിൽ പങ്കെടുത്ത ആളാണ്. വക്കാനത്ത് ഹസന ജമീല, വളരെ സുശീലയും വളരെ സൗന്ദര്യവതിയുമായിരുന്നു ആത്തിക്ക ബീവി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അവരെ സംബന്ധിച്ച്, ആ മുഹാജിറുകളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻഗാമികൾ, വിജയിച്ച് നേടിയവരായ ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആളുകളാണ്. അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ട ആളുകളാണ്. ഇത്തബഊഹും ബിഇഹ്സാൻ, അവരെ പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും വറളു അൻഹും, അവരെ പിൻപറ്റിയവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകളുടെ കൂടുതൽപ്പെട്ട ആളാണ് ആര്? മുഹാജിറുകളും അൻസാറുകളും. ആ മുഹാജിറുകളിൽപ്പെട്ട ഒരാളാണ് ആര്? ആത്തിക്ക ബീവി. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുമോ? അവിടെ വക്കർന ഫീ ബുയൂത്തിക്കുന്ന, വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുത്തുന്നോളി അറിഞ്ഞാൽ അള്ളാൻ്റെ ഷറൈൻ്റെ നിയമപ്രകാരം നമുക്ക് ഇവിടുന്ന് പോണ്ടി എന്നാൽ നിങ്ങൾ പോവുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീടും നിങ്ങളെ പറമ്പും നിങ്ങളിപ്പോൾ ഉള്ള ജീവിക്കുന്ന കച്ചവടവും പീടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ കേരളത്തിൽ ജീവിക്കാൻ പാടില്ല, അബ്ബർ ഇവിടുന്ന് പോകണം, ഇവിടെ ഉള്ള എല്ലാ സ്വത്തും വിട്ടേച്ച് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവുമോ? അപ്പം നിങ്ങളെന്ത് പറയും? നിങ്ങളെന്ത് പറയും? ഞാനതിന് മുസ്ലിം അല്ലല്ലോ. നിങ്ങളോട് ആരെയും മുസ്ലിമാന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിമത്തൊന്നല്ല, ഞാനെന്നോ മാറിയിരിക്കുന്നു. വെറുതെ എൻ്റെ പേരെയും പറമ്പും നിങ്ങൾ കൊണ്ടോണ്ട. എൻ്റെ പേര് യശോദ എന്നാ കേട്ടോ. അവിടെയാണ് നമ്മളുടെ പ്രശ്നം കിടക്കുന്നത്. ആ മുഹാജിറത്തായ പെണ്ണ് അവരാരാ? കാനത്ത് ഇമ്രത്തുൽ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. ആര്? ഈ മുഹാജിറത്തായ ആത്തിക്ക ബീവി. ആത്തിക്ക ബീവിനെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു തന്നതാ, എനിക്ക് പള്ളിയിൽ പോകാൻ സമ്മതം തരുമോന്ന്. കാരണം വലിയ ഭംഗിയുള്ള ആൾക്കാരൊന്നും അറബികൾ അങ്ങനെ വിടൂല. അതെ, അപ്പം അതിന് ഞാൻ നിബന്ധന സമ്മതിച്ചിട്ടാണ് കല്യാണം തന്നെ നടന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയാണ്, ഫഅശ്ഹദു സലാത്ത സുബൈ വൽ ഇശാ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്. ഞാൻ ഇശാക്കും സുബൈക്കും ഒക്കെ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട്. ആര്? ആത്തിക്ക ബീവി. സുബൈക്കൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂലൂലുത്ത് എന്ന മജൂസി വിഷം പുരട്ടിയ കടാരം കൊണ്ട് പൊക്കിളിന് താഴെ കുത്തി കുടൽമാല പുറത്ത് വലിച്ചെടുത്ത രംഗം നിങ്ങൾക്കറിയാം. ആ സമയത്തും ആ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത ആളാണ് ആര്? ആത്തിക്ക ബീവി. എന്നിട്ട് ആത്തിക്ക ബീവിനെ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാണ് പിന്നെ മൗലവിമാർ അറിഞ്ഞത്.